കോയമ്പത്തൂർ കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളെ പോലീസ് വെടിവെച്ച് പിടികൂടി. പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് 3 പ്രതികളെ വെടിവെച്ചത്. കഴിഞ്ഞ ദിവസമാണ് കോളേജ് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി പ്രതികൾ പീഡിപ്പിച്ചത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, കോളേജ് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതികളെയാണ് വെടിവെച്ച് പിടികൂടിയിരിക്കുന്നത് പോലീസ്. ഈ വെടിയുതിർക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്? ജിൽസി, നൌഫൽ, ഏറെ വിവാദം ഉണ്ടായ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ കോളേജ് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. ഈ പ്രതികളെയാണ് ഇപ്പോൾ പോലീസ് വെടിവെച്ച് പിടികൂടിയിരിക്കുന്നത്. ഇതിന് കാരണം പോലീസ് പറയുന്നത് ഇവർ ഈ തുടിയല്ലൂർ എന്ന സ്ഥലത്ത് ഒളിവിൽ താമസിക്കുകയായിരുന്നു. ആ സ്ഥലത്തേക്ക് പിടികൂടാൻ പോയ സമയത്ത് ഒരു കത്തി ഉപയോഗിച്ച് ചന്ദ്രശേഖർ എന്ന ഹെഡ് കോൺസ്റ്റബിളിനെ വെട്ടി. അങ്ങനെ പോലീസുകാരുടെ ജീവൻ അപായപ്പെടും എന്ന് ഉറപ്പായതോടുകൂടിയാണ് വെടിവെച്ചത് എന്നാണ് പറയുന്നത്. ഈ ഗുണ, സതീഷ്, കാർത്തിക് എന്നീ പ്രതികൾ 3 പേരും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഈ ഗുണയുടെ ഒരു കാലിനും മറ്റ് 2 പ്രതികളുടെ 2 കാലുകൾക്കും വെടിയേറ്റിട്ടുണ്ട്. ഇവർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഈ ഹെഡ് കോൺസ്റ്റബിളിന്റെ ഈ കൈക്ക് വെട്ടേറ്റു. അദ്ദേഹം ഈ സർക്കാർ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്. ഈ വെട്ടേറ്റവരുടെ ആരോഗ്യനില വെടിയേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? കാരണം നേരത്തെയും തമിഴ്നാട്ടിൽ ഈ പ്രതികളെ വെടിവെച്ച് കൊലപ്പെടുത്തുന്ന ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളൊക്കെ ഉണ്ടായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ചോദിക്കുന്നത്. ഈ കാലിനാണ് വെടിയേറ്റിരിക്കുന്നത്. ഈ കാലിന് ഗുരുതരമായ പരിക്ക് ഏറ്റിട്ടുണ്ട്. നൗഫൽ സൂചിപ്പിച്ച പോലെ ഇതിന് മുൻപും ഈ വെടിവെച്ച് കൊലപ്പെടുത്തുന്ന സംഭവം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് ഒരു 2 മാസം മുൻപ് ഈ MLA-യുമായി ബന്ധപ്പെട്ട ആളുകളെ വെടിവെച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിലെന്തായാലും കാലിന് 3 പേർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ ജീവൻ അപായപ്പെടുന്ന തരത്തിലേക്കുള്ള പരിക്കില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്. നൗഫൽ, ഇതിൽ എനിക്ക് തോന്നുന്നു മറ്റ് അന്യ സംസ്ഥാനങ്ങളിലെ പോലീസുകാരൊക്കെ തോക്കൊക്കെ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. UP-യിലേക്ക് എപ്പോഴും എൻകൗണ്ടർ ഒക്കെയാണ്. പക്ഷെ കേരളത്തിലെ പോലീസുകാർ ഈ തോക്കൊക്കെ ഉപയോഗിക്കാതെ കേടുവന്നു പോയില്ല. ആവശ്യം വരുമ്പോൾ മാത്രം ഉപയോഗിച്ചാൽ മതിയല്ലോ. ഏറ്റുമുട്ടൽ കൊലപാതകം എന്ന് പറയുന്നത് പലയിടത്തും വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഈയിടെയായിട്ട് വല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ അങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടില്ല. കാലിലാണ് വെടിവെച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത്തരം ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കില്ല എന്ന് കരുതുന്നു. ഇവിടെ ലാത്തിയും ഗ്രനേഡും എടുത്തിട്ട് തന്നെ വിവാദങ്ങൾ അടങ്ങുന്നില്ല. അപ്പോഴാണ് ഒരു തോക്ക് കൂടെ എന്നുള്ളതാണ്. ശരി, അപ്പൊ എന്തായാലും തമിഴ്നാട്ടിൽ നിന്നുള്ള വാർത്തയാണ്. വളരെ വിവാദമുണ്ടാക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു കോളേജ് വിദ്യാർത്ഥിയെ കൂട്ടബലാത്സംഗം ചെയ്തത്. അതിലെ പ്രതികൾ അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസിന് ഇങ്ങനെ വെടിവെച്ച് പിടികൂടേണ്ടി വന്നത് എന്നൊരു വിശദീകരണമാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്.